നമ്മുടെ നാട്ടിൽ സദാചാരവാദികളും സദാചാര ഗുണ്ടകളും അരങ്ങ് വാഴുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്. ആണും പെണ്ണും എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുന്നത് കണ്ടാൽ ഈ സദാചാരവാദികൾക്ക് ഞരമ്പ് രോഗം ഇളകും, അല്ലെങ്കിൽ ഒരുതരം കൃമികടിയാണ്. അവരെ പോയി ഭേദ്യം ചെയ്യുക, അവരെ തെറി പറയുക എന്നതൊക്കെയാണ് ചടങ്ങ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര, അവിടെ പുതുവൽ പ്ലാമൂട്ടുകട റോഡ്, പുതുവൽ വെഞ്ചമ്പ് ആ റോഡിൽ ഒരു യുവതിയും യുവാവും സംസാരിച്ച് നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളൊക്കെ ഒരുപക്ഷെയെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇതിനകം തന്നെ വൈറലായിട്ടുണ്ടാകണം. ആ സംസാരിച്ച് നിൽക്കുന്ന യുവതിയുടെ പേര് ആൻസി എന്നാണ്. സംസാരിക്കുന്ന യുവാവിൻ്റെ പേര് അനന്തു എന്നാണ്. അനന്തുവിൻ്റെ പ്രായം 27, ആൻസിയുടെ പ്രായം 32. ആൻസി പ്ലാമൂട്ടുകടയിൽ ഒരു ഫാൻസി ഷോപ്പ് നടത്തിയിരുന്നു. വമ്പിച്ച വിജയമായിരുന്നു. പ്രതിദിനം 15,000 രൂപയുടെ കച്ചവടം വരെ ആ ഫാൻസി സ്റ്റോറിൽ നടന്നിരുന്നു. ആ ഫാൻസി സ്റ്റോറിൽ കച്ചവടം പൊടിപൊടിക്കുന്നത് കണ്ട് നമ്മുടെ ബാർബർ കഥയുണ്ടല്ലോ, ഒരു മമ്മൂട്ടിയുടെ ചിത്രം, ജഗദീഷിൻ്റെ ഒരു ബാർബർ ഷോപ്പ്, ബാലൻ്റെ ബാർബർ ഷോപ്പിനടുത്ത് വരുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. ജഗദീഷ് പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ശ്രീനിവാസൻ്റെ കടയിലെ സ്ഥിരം പറ്റുകാരെ, സ്ഥിരം കുറ്റികളെ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയൊക്കെ ആ മമ്മൂട്ടി ചിത്രത്തിലൂടെ, ബാലൻ എന്ന ബാർബറിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് സമാനമായ ഒരു സംഭവം ഈ പ്ലാമൂട്ടുകടയിലും ഉണ്ടായി. അവിടെ ശാന്തി എന്ന് പറയുന്ന പേരിൽ ഒരു ഫാൻസി സ്റ്റോർ 2 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഉണ്ടാകാത്ത അത്ര ലാഭം, അവർക്ക് എത്രയും കാലം ഈ കച്ചവടം നടത്തിയിട്ടും ഇത്രയധികം ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആൻസിക്ക് അതിന് സാധിച്ചു. ഇതിലുള്ള ഈർഷ്യ, ഇതിലുള്ള വൈരാഗ്യം, അതാണ് ബാക്കി സംഭവങ്ങളിലേക്ക് നയിക്കുന്നത്. ഞാൻ അനന്തുവിനോട് ദീർഘനേരം സംസാരിച്ചു. അനന്തു പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വെറും അസൂയയിൽ നിന്ന് ഉടലെടുത്ത ഒരു കഥയാണ് ഇത്. ആൻസിയുടെ പ്ലാമൂട്ടുകടയിലെ കട പൂട്ടിച്ചു. എന്താണ്, കടയ്ക്കുള്ളിൽ അനാശാസ്യം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ, FB പോസ്റ്റുകൾ കേട്ട് ആ പെൺകുട്ടിയുടെ ഉപജീവന മാർഗം മുട്ടിച്ചു. അവരപ്പോൾ സ്വാഭാവികമായും തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു കടമുറി വാടകയ്ക്കെടുത്തു. അവിടെ കട നടത്താൻ തീരുമാനിച്ചു. ആ കടയിലെ CCTV വേണം, കമ്പ്യൂട്ടർ ബില്ലിംഗ് സംവിധാനം വേണം, പഞ്ചിങ് വേണം, ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് ബയോമെട്രിക് സംവിധാനങ്ങൾ വേണം എന്നൊക്കെ വിദ്യാസമ്പന്നയായ ആൻസി ആഗ്രഹിച്ചു. ആ നാട്ടുമ്പുറത്ത് അത്യാവശ്യം വളരെ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഫാൻസി ഷോപ്പ് അവർ സ്വപ്നം കണ്ടു. അതിന് മരിയപുരത്ത് കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുന്ന, കമ്പ്യൂട്ടർ സെൻറ്റർ പഠന കോഴ്സുകളല്ല, CCTV ടെക്നീഷ്യന്മാരെ വിന്യസിക്കുക, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള സ്ഥാപനം നടത്തുന്ന ചെറുപ്പക്കാരനാണ് അനന്തു. അനന്തുവിനെ വിളിച്ചിട്ട് കടയിലെ ആവശ്യങ്ങൾ പറഞ്ഞു. അനന്തു അത് മറ്റൊരു സ്നേഹിതന് ആ ജോലികൾ ചെയ്യാൻ ഏൽപ്പിക്കുകയും അനന്തു ഈ കടയിൽ ഇടയ്ക്ക് സൂപ്പർവൈസിങ്ങിന് വരികയും ചെയ്യും. ഒരു ദിവസം സൂപ്പർവൈസിങ്ങിന് എത്തിയപ്പോൾ അനന്തു പെൺകുട്ടിയും ആൻസിയും സംസാരിക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ പറഞ്ഞു, കടയ്ക്കുള്ളിൽ വീണ്ടും അനാശാസ്യം. ആ കടയുടെ ഉടമസ്ഥൻ അഡ്വാൻസ് തിരികെ കൊടുത്തു. ഈ പെൺകുട്ടിയെ അവിടെ നിന്നും കെട്ടുകെട്ടിച്ചു. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെയും ഇതുതന്നെ. അവസാനം ആൻസിക്ക് സഹികെട്ട് അഡ്വാൻസ് തുക അനന്തുവിൻ്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞ്, തനിക്ക് ഈ പണികൾ തന്നതാണ് എൻ്റെ ജീവിതം വരെ കോഞ്ഞാട്ടയായിപ്പോയതെന്ന് അനന്തുവിനെ തെറി പറഞ്ഞു. അനന്തുവിൻ്റെ കയ്യിൽ ആ കാശിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ 7:30, ആ ദിവസത്തെ 7:30 വീഡിയോയാണ് നിങ്ങൾ കണ്ടത്. അനന്തു ഈ തുക ഈ പെൺകുട്ടിയെ ഏൽപ്പിക്കണം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കാരണം അനന്തുവിനോട് ദേഷ്യമാണ്. അനന്തുവിന് ഈ ജോലി കൊടുത്തതാണ് അവർക്ക് ജീവിതം ആകെ പൊല്ലാപ്പിലായിപ്പോയത്. അവരുടെ ഭർത്താവുണ്ട്, ഒരു സൈക്കോയാണ്. അയാൾ ഈ പെൺകുട്ടിയെ ഇടിക്കാനും അടിക്കാനും വേണ്ടി മാത്രമാണ് വീട്ടിലെത്തുന്നത്. 2 മക്കളുണ്ട്, പ്രായമാകാത്ത ചിറക് മുളയ്ക്കാത്ത 2 കുട്ടികൾ. ആ കുട്ടികളെ ഓർത്ത് ആൻസി എന്തെങ്കിലും ജീവിക്കണമല്ലോ, വിദ്യാസമ്പന്നയാണ്. അങ്ങനെ ആ പൈസ അനന്തുവിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് ആൻസി കടന്നുപോയി. ആൻസിയെ കണ്ട് ഈ തുക തിരികെ ഏൽപ്പിക്കണം. അത് അനന്തുവിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ മറ്റൊരു ഇടപാടും അവിടെ നടന്നിട്ടില്ല എന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത് അവിടെയുള്ള സദാചാര മണിയമ്പിള്ളമാർക്കും അറിയാം. മണിയമ്പിള്ള എന്ന് വിളിച്ചത് മണിയമ്പിള്ളമാരെ ആക്ഷേപിക്കാനല്ല, മണിയമ്പിള്ളമാരൊക്കെ നല്ല ആളുകളാണ്. ഇതിലൊരു മണിയമ്പിള്ളയുടെ പേര് അശോകൻ എന്നാണ്, മറ്റൊരുത്തൻ്റെ പേര് ജെയിംസ്. അവർ സഹോദരങ്ങളാണ്. അപ്പോൾ ഇത് ഈ സംഭവം നടക്കുന്ന ഈ പ്ലാമൂട്ടുകട വെഞ്ചമ്പ് റോഡിൽ ഒരു കടയുണ്ട് അശോകൻ്റെ. അശോകൻ നടത്തുന്ന കച്ചവടം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തൂഫാൻ അങ്ങോട്ട് വീശി അടിച്ചു കഴിഞ്ഞാൽ തീഹാർ ജയിലിലെ അണ്ടർഗ്രൗണ്ടിൽ അശോകനെ കൊണ്ട് പൂട്ടിയിടേണ്ടി വരും. അത്രമാത്രം ഇല്ലീഗൽ ബിസിനസ്സാണ് ഈ അശോകൻ ചേട്ടൻ നടത്തുന്നത്. ടീഷർട്ടൊക്കെ ഇട്ട് കുടവയർ തള്ളിപ്പിടിച്ച് ചീത്ത വിളിക്കുന്ന ആ ആളിന്റെ ദൃശ്യങ്ങൾ കണ്ടില്ലേ?
നിങ്ങളെ വിളിച്ചില്ല എവിടെ ഞാൻ നിന്റെ വീട്ടിന്റെ നമ്മൾ കല്യാണം കഴിച്ചാറില്ലേ? അയാളാണ് അശോകൻ. മറ്റൊന്ന് ഷട്ടിടാതെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ജെയിംസ്. രണ്ടുപേരും സഹോദരങ്ങളാണ്. കച്ചവടം ചെയ്യുന്നത് എന്തൊക്കെ? ആ പെട്ടിക്കടയിൽ കൊടുക്കുന്നത് കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ പെട്രോള്, പിന്നെ ശംഭു കിംബു ഇത്യാദി വായ്ക്കകത്തും മൂക്കിനകത്തും ഒക്കെ വയ്ക്കുന്ന ലഹരി വസ്തുക്കൾ, ഇതൊക്കെ കേരളത്തിൽ ഇല്ലീഗലാണ്, നിരോധിച്ച സാധനങ്ങളാണ്. അതൊക്കെ വിൽറ്റാണ് അശോക് അണ്ണനും ജെയിംസ് അണ്ണനും അവിടെ സദാചാരവാദികളായി ചമയുന്നത്. ഈ ജെയിംസ് അണ്ണന് വേറെ ഇത്തിരി ഒരു ഇളക്കം കൂടിയുണ്ട്. ഈ ആൻസി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ കുട്ടികൾക്കൊപ്പമാണെങ്കിലും അല്ലെങ്കിലും ഈ ജെയിംസ് അണ്ണൻ പുറകെ പോകും. നിന്റെ ചുണ്ട് കൊള്ളാമല്ലോ, നിന്റെ നടത്ത കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറയും. ഈ പഞ്ചാരയടി എന്താണ്, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന പടുകിളവനാകാൻ പോകുന്ന ജെയിംസിന്റെ പഞ്ചാരയടിയിൽ ആൻസി വീണില്ല. ജെയിംസിന് കൃത്യമായ മറുപടി ആൻസി പലപ്പോഴും നൽകിയിരുന്നു. അതിലുള്ള പകയും അവനുണ്ടായിരുന്നു. അതൊക്കെ തീർക്കണം. കാരണം ആൻസിയുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അറിയാം. ഭർത്താവ് ഒരു മണകൊണാഞ്ചൻ, അയാൾ വന്ന് ഈ പെൺകുട്ടിയെ ഇടിക്കാനും തൊഴിക്കാനും വേണ്ടി മാത്രം വീട്ടിൽ വരുന്നയാൾ. അതിനൊപ്പം നാട്ടിൽ പ്രചരിക്കുന്ന അനാശാസ്യ കഥകൾ, അതിലൊക്കെ എന്താണ് കഥാപാത്രമായ ആൻസിയുണ്ട്. യഥാർത്ഥത്തിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ പോലീസുകാർ അന്വേഷിച്ചോളൂ, നിയമവ്യവസ്ഥയുണ്ട് ഇവിടെ. പക്ഷെ അതൊക്കെ നാട്ടുകാരാണ് അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈ ഞരമ്പ് രോഗികളൊക്കെ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്താനും തുടങ്ങി. ഈ സംഭവ ദിവസം രാവിലെ 7:30 വഴിയിൽ വെച്ച് ഈ പെൺകുട്ടിയെ ആൻസിയെ അനന്തു കാണുന്നു. കാശ് തിരികെ തരാൻ വന്നതാണ്, ഇതാ കാശ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അശോകണ്ണൻ ഇങ്ങോട്ട് വരുന്നു. അശോകണ്ണൻ വന്ന് കുറേ ചീത്ത വിളിച്ചു, അടിക്കാൻ കയ്യോങ്ങുന്നു, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, അനന്തുവിനെ അടിക്കുന്നു, ആൻസിയെ ഉപദ്രവിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ജെയിംസ് അണ്ണൻ ചീത്ത വിളിക്കുന്നു. അതൊക്കെ സാധാരണ സദാചാര ഗുണ്ടായിസം നടക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ. അപ്പോഴാണ് ആൻസി ചില നഗ്ന സത്യങ്ങൾ പറഞ്ഞത്. മിസ്റ്റർ അശോകൻ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കൂ, നിങ്ങളുടെ ഭാര്യയെ നോക്കൂ, നിങ്ങളുടെ മകളെ നോക്കൂ. അവർ ആർക്കൊക്കെ വേണ്ടിയാണ് കിടപ്പറയിൽ പായ വിരിക്കുന്നതെന്ന് പോയി അന്വേഷിക്കൂ. എന്നിട്ട് പറഞ്ഞ ആ ആൻസി അവിടെ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എനിക്കത് പറയുന്നതിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ജെയിംസ് അണ്ണൻ വന്നു. ജെയിംസ് അണ്ണൻ ഇങ്ങനെ ഒരു കോഴി പരുവത്തിലാണ് വരുന്നത്. ഷട്ടൊന്നും ഇടാതെ അവിടെയും ഇവിടെയും ചൊറിഞ്ഞു നടക്കുന്ന ചില സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ ജെയിംസ് അണ്ണൻ വന്നു. ജെയിംസ് അണ്ണനോടും പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ആദ്യം പോയി തിരക്കൂ. നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ട് അതിന് നിങ്ങൾ കണ്ണടച്ച് കൂരിരുട്ടാക്കുകയും ജീവിക്കാൻ വേണ്ടി 2 മക്കളെ വളർത്തുവാൻ വേണ്ടി വിദ്യാസമ്പന്നയായ ഞാൻ ഒരു ജംഗ്ഷനിൽ ഒരു കട തുടങ്ങി അവിടെ കച്ചവടം നടത്തുമ്പോൾ കച്ചവടം പൂട്ടിച്ച് എന്നെ പട്ടിണിയിലാക്കാനുമാണ് നിങ്ങൾ നോക്കിയത്. നിങ്ങളുടെ വാക്കുകൾക്ക് ഞാൻ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നതേയില്ല. ഈ നാട്ടിലെ നിയമവ്യവസ്ഥ പറയുന്നുണ്ട്, പ്രായപൂർത്തിയായ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ലിവിങ് ടുഗദർ ഉണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. നെയ്യാറ്റിൻകരയിലും അതൊക്കെ ഉണ്ട്. ഇവിടെ ആൻസിയെ താറടിക്കാൻ വന്ന സദാചാര ഗുണ്ട മണിയൻപിള്ള 1, അശോകൻ 2, ജെയിംസ്, യുവന്മാരുടെ ഉടുമുണ്ടഴിഞ്ഞു പോകുന്ന, തൊലി 7 ഉരിഞ്ഞു പോകുന്ന തരത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ആൻസി വിളിച്ചു പറഞ്ഞപ്പോൾ ഇവൻ്റെയൊക്കെ തൊലി ഉരിഞ്ഞു പോയി. തൊലി ഉരിഞ്ഞ് അതിനകത്ത് കുറച്ച് മുളകും ഉപ്പും കൂടി പുരട്ടിയ അവസ്ഥയിലായി അശോകനും ജെയിംസും. അപ്പോൾ ഈ അനന്തുവിനെ അശോകനും ജെയിംസും പോകാൻ അനുവദിച്ചില്ല. കാറിൽ വന്ന അനന്തു വന്ന കാറ് അശോകനും ജെയിംസും തടഞ്ഞിട്ടു. അനന്തു നടന്നാണ് പിന്നീട് വീട്ടിലേക്ക് പോയത്. പിന്നീട് അറിഞ്ഞു പൊഴിയൂർ പോലീസിനെ ഈ നാട്ടുകാരെല്ലാം കൂടി വിവരമറിയിച്ചുവെന്നും പൊഴിയൂർ പോലീസ് വന്ന കാർ കസ്റ്റഡിയിലെടുത്തുമെന്നും ഒക്കെ അനന്തു പറഞ്ഞു. അനന്തു അപ്പോൾ പൊഴിയൂർ പോലീസിനെ വിളിക്കുമല്ലോ. അനന്തുവും PG ഒക്കെ ഉള്ള മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസ യോഗ്യതയൊക്കെയുള്ള ചെറുപ്പക്കാരൻ. അതുകൊണ്ടാണ് അവിടെ ആ സ്ഥലത്തും ബയോമെട്രിക്സും CCTVയും ഒക്കെ സർവീസ് നടത്തുകയും അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കട തുടങ്ങിയത്. അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് ഈ ചെറുപ്പക്കാരനെ 4 ചീത്ത. അതിൻ്റെ വോയിസ് റെക്കോർഡൊക്കെ അനന്തുവിൻ്റെ കയ്യിലുണ്ട്. പോലീസുകാരൻ്റെ കുത്തിക്കഴപ്പാണ്. ഈ അശോകന്റെയും ജെയിംസിന്റെയും കിമ്പളം പറ്റുന്ന പൊഴിയൂർ പോലീസാണെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുന്നത്. കാറ് വേറെ എവിടെയാണ് കിടക്കുന്നത്, ആ പോലീസ് സ്റ്റേഷനുമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരാണും പെണ്ണും നടുവഴിയിലെ പൊതു റോഡിൽ പൊതുവഴിയിൽ നിന്ന്
പ്രധാന റോഡിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് കണ്ടിട്ട് ആളുകൾ ഇറങ്ങി വന്ന അവരെ ചീത്ത വിളിക്കുകയാണെങ്കിൽ പോലീസ് ഏതു ഭാഗത്ത് നിൽക്കണം? പോലീസ് ആർക്കൊപ്പം നിൽക്കണം? അതൊരു വലിയ ചോദ്യമാണ്. ഈ അശോകനും ജെയിംസും അവിടെ നടത്തുന്ന ഇല്ലീഗൽ കച്ചവടം, പെട്രോള് കച്ചവടം, ശംഭു, കിംബു, പാൻ മസാല, പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മൂക്കിനകത്ത് വയ്ക്കുന്ന ഔഷധം വരെ ഉണ്ടത്രേ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന പോലീസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഓപ്പറേഷൻ തൂഫാൻ. ഈ ഇല്ലീഗൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്ന ആളുകളെ കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടതിനു പകരം പൊഴിയൂർ പോലീസ് അവരുടെ കുഴലൂത്ത് കണ്ട് പാട്ടിനൊത്ത് ആടുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയായ രീതിയല്ല എന്ന് നാട്ടുകാർക്കാകെ അറിയാം. ഏതായാലും അനന്തുവിനെയും ആൻസിയെയും അഭിമാനിക്കുന്നതിലും അല്ലെങ്കിൽ വലിയ താല്പര്യത്തോടു കൂടി അവരെ താറടിച്ചു നാട്ടുകാരൊക്കെ. ചില FB പോസ്റ്റുകളിലൊക്കെ വലിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും അവർ അങ്ങനെ ഇവരുടെ ഉമ്മാക്കി കണ്ട് പേടിച്ച് പത്തിമടക്കി ജീവിക്കാനൊന്നുമല്ല തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ അറിയുന്നത്. അവര് ചങ്കുറപ്പോടുകൂടി അവിടെ തന്നെ ജീവിക്കും, ആ നാട്ടിൽ തന്നെ ജീവിക്കും. അവരുടെ ഐഡന്റിറ്റി കൃത്യമായി എല്ലാവർക്കും അറിയാം. അവർ ആ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താതെ തന്നെ വളരെ സത്യസന്ധമായി അവിടെ ജീവിച്ചു മുന്നേറും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അനന്തുവും ആൻസിയും പൊഴിയൂർ പോലീസിനെതിരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അവരങ്ങനെ ചെയ്യും. ഈ അശോകനെയും ജെയിംസിനെയും ഒക്കെ വേറെ പോലീസുകാർ വരും. പൊഴിയൂർ പോലീസിന് പേടിയാണെങ്കിൽ നെയ്യാറ്റിൻകരയിലുള്ള ആമ്പിള്ളേരുണ്ടാവും. നെയ്യാറ്റിൻകര SI ഒക്കെ പുലികളാണ്. നമുക്കറിയാം, സ്വർണം മറിച്ചു വിൽക്കുന്ന ആളുകളെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച പോലീസുകാരൊക്കെ അവിടെയുണ്ട്. അവർ വന്ന് ഈ അനധികൃത പെട്രോൾ കച്ചവടവും ഒക്കെ പൊക്കിക്കൊള്ളും. പൊഴിയൂർ പോലീസ് അതിനകത്ത് പേടിക്കണമെന്നില്ല. ഏതായാലും ഈ വെഞ്ചേമ്പ് റോഡിൽ നടന്ന ഈ സംഭവം സദാചാര ഗുണ്ടകളുടെ മണിച്ചപ്പ് വലിച്ചു കീറി പൊട്ടിച്ചു കളഞ്ഞു എന്ന് വസ്തുതയാണ്. അതാണ് പരമാർത്ഥം. അവരുടെ വീടുകളിലെ ദുരന്ത സ്ഥിതി വരെ നാട്ടുകാർ അറിയേണ്ട സാഹചര്യമുണ്ടായി. ഇപ്പോഴാണ് ക്രിസ്തു പറഞ്ഞ ഒരു സംഭവം ഓർമ്മ വരുന്നത്. നിങ്ങളുടെ കണ്ണിലെ തടിക്കഷണം മാറ്റാതെ അന്യന്റെ കണ്ണിലെ കരടി നീക്കാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ തെറ്റ്. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി ഫരീസിയരും അതുപോലെ തന്നെ മറ്റ് പ്രമാണിമാരും ഒത്തുകൂടി കല്ലെറിഞ്ഞ ആരവം മുഴക്കി വരുമ്പോൾ ക്രിസ്തു അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന്. അത് തന്നെയാണ് ആൻസിയും അനന്തുവും ഇന്നലെ ആ പൊതു റോഡിൽ നിന്ന് ഈ സദാചാര തെമ്മാടികൾക്കെതിരെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഞങ്ങളെ കല്ലെറിയട്ടെ എന്ന്. എല്ലാം പത്തി മടക്കി മാളത്തിൽ ഒളിച്ചു എന്നാണ് വിവരം. ഏതായാലും പോലീസ് നടപടി ഉണ്ടാകും. അശോകനെയും ജെയിംസിനെയും ഒക്കെ കയ്യാമം വെച്ച് തുറുങ്കിലടക്കാൻ പോലീസിന് ഊർജമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം.